ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 50-ാമത്തെ ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉപേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായുജ്യസ്വ യോഗകർമ്മസു കൗശലം. അതായത് സമത്വ ബുദ്ധിയുള്ളവൻ ഇവിടെ വെച്ചു തന്നെ പുണ്യപാപങ്ങളെ രണ്ടിനെയും അതിക്രമിക്കുന്നു. അതുകൊണ്ട് നീ കർമ്മയോഗത്തിൽ മുഴുകൂ. കർമ്മത്തിലുള്ള സാമർത്ഥ്യം തന്നെയാണ് യോഗം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർമ്മം സമർത്ഥമായി ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. സമത്വ ബുദ്ധിയോടുകൂടി ചെയ്യണം. ആസക്തി വെച്ച് കർമ്മം ചെയ്യരുത്. ആസക്തിയോടുകൂടിയ കർമ്മങ്ങളാണ് പുണ്യപാപങ്ങൾക്ക് കാരണമാകുന്നത്. പുണ്യപാപങ്ങൾ നമ്മുടെ മനസ്സിൽ ദ്വന്ദ്വ അവസ്ഥ ഉണ്ടാക്കും. സുഖദുഃഖങ്ങൾക്കത് കാരണമാകും. പുണ്യം വേണമെന്ന് തോന്നുന്നത് ഞാൻ ഭാവത്തിൽ നിന്നാണ്. ഞാൻ ദുഃഖിയാണ് സുഖിയാണ് എന്നെല്ലാം തോന്നുന്നത് നമ്മുടെ മനസ്സിലുള്ള അഹംവൃത്തിയിൽ നിന്നാണ്. അതിനെ അതിക്രമിക്കണമെങ്കിൽ സമത്വ ബുദ്ധി ഉണ്ടായിരിക്കണം, വിശാല വീക്ഷണമുണ്ടായിരിക്കണം. നമ്മുടെ മനോമാലിന്യങ്ങളാണ് നമുക്ക് ദുഃഖത്തിന് കാരണം. ഈ മനോമാലിന്യം ഇല്ലാതാകണമെങ്കിൽ നിഷ്കാമമായ കർമ്മം ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്താൽ തന്നെ നമുക്ക് ഫലം ലഭിക്കുമെങ്കിൽ എന്തിനാണ് ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നത്? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, കർമ്മത്തിൽ തീർച്ചയായും ഫലമുണ്ട്. ആസക്തി അവിടെ ഉപേക്ഷിച്ചാൽ നമ്മൾ കർമ്മമുക്തനായി. കർമ്മം ഒരിക്കലും നമുക്ക് ബന്ധനമുണ്ടാക്കുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് ബന്ധനമുണ്ടാക്കുന്നത്. നമ്മൾ പൊതുവെ കർമ്മം എന്ന് പറയുമ്പോൾ ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് കർമ്മം എന്ന് പറയുന്നത്. എന്നാൽ കർമ്മം ബാഹ്യമായി ഉണ്ടാകുന്നതിന് മുമ്പ് മനസ്സിൽ കർമ്മം നടക്കുന്നുണ്ട്. മനസ്സാണ് എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നത്. കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. എല്ലാ ദുഃഖവും വേദനയും എല്ലാം മനസ്സിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്. മനസ്സാണ് പരിവർത്തനപ്പെടേണ്ടത്. ബുദ്ധിപൂർവം മനസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിയണം. നമുക്ക് മറ്റുള്ളവരെ അറിയാം, മറ്റു കാര്യങ്ങൾ അറിയാം. ആ കാര്യങ്ങളും ആ അറിവ് കൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ല. നാം ആരാണെന്നറിയണം. നമ്മൾ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയണം. ആ ഉള്ളിൽ നടക്കുന്ന സുഖദുഃഖങ്ങളുടെ കാരണം എന്താണെന്നറിയണം. ആ ദുഃഖത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിക്കണം. അതിനുള്ള അഭ്യാസം ചെയ്യണം. അതാണ് ഇവിടെ ബുദ്ധിപൂർവ്വം കർമ്മം ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളും കർമ്മമാണ്, പ്രവൃത്തിയും എല്ലാം കർമ്മമാണ്. നമ്മുടെ ഓരോ സ്പന്ദനവും കർമ്മമാണ്. ആ കർമ്മത്തെ വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ച് നമ്മുടെ ഭാവസ്പന്ദനത്തിൽ തന്നെ തിരുത്തൽ വരുത്തി ശുദ്ധി വരുത്തിയാൽ മാത്രമേ നമുക്ക് സമബുദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ശാന്തിയും കൈവരികയുള്ളൂ. നമ്മുടെ മനസ്സ് സദാ സംഘർഷഭരിതമാണ്. ഇഷ്ടാനിഷ്ടങ്ങളിലൂടെയാണ് മനസ്സ് കടന്നു പോകുന്നത്. ഇഷ്ടമുള്ള കാര്യം ലഭിക്കുമ്പോൾ സന്തോഷവും ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ ദുഃഖവും നമുക്കുണ്ടാകുന്നു. പ്രതിരോധം, അതായത് നമുക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യം പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ മനസ്സ് നേരിടേണ്ടി വരുമ്പോൾ അതിന് സമഭാവന കൈവരിക്കാൻ കഴിയുന്നില്ല, സമത്വ ബുദ്ധി കൈവരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സുഖം വരുമ്പോൾ നമ്മൾ സുഖിക്കുകയും ചെയ്യും, ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യും. ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയുമാണ് നമ്മൾ കഴിയുന്നത്. ഇതിനെ നമുക്ക് ഒരു ശാന്തമായ ഭാവത്തിൽ എത്തിക്കണമെങ്കിൽ സമത്വ ബുദ്ധി കൈവരിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കർമ്മത്തിലുള്ള ആസക്തി വെടിഞ്ഞ് കർമ്മയോഗം സമർത്ഥമായി ചെയ്യുക. കർമ്മത്തെ യോഗമാക്കി മാറ്റാനാണ് ഇവിടെ പറയുന്നത്. കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. ആ കർമ്മത്തെ യോഗമാക്കി മാറ്റാൻ സാമർഥ്യമുണ്ടായിരിക്കണം. അതാണ് ഇവിടെ അങ്ങനെയുള്ളവൻ ഇവിടെ വെച്ചു തന്നെ പുണ്യപാപങ്ങളെ രണ്ടിനെയും അതിക്രമിക്കുന്നു. ഈ പുണ്യപാപങ്ങളെ രണ്ടിനെയും അതിക്രമിച്ചവൻ ഇവിടെ തന്നെ സമാധാനവും ശാന്തിയും കൈവരും. പിന്നെ അവൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ വർത്തമാന നിമിഷത്തിൽ തന്നെ സമാധാനപൂർണനായിരിക്കെ പിന്നെ ആകാശത്തിൽ ഇരിക്കുന്ന ഒരു സ്വർഗത്തെ എന്തിനവൻ മോഹിക്കണം, അല്ലെങ്കിൽ നരകത്തെ എന്തിനവൻ ഭയപ്പെടണം? അവൻ എന്താണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തി. തൻ്റെ ചിന്തകളും തൻ്റെ കർമ്മങ്ങളും തന്നെയാണ് തനിക്ക് ദുഃഖമുണ്ടാക്കുന്നതെന്ന് അവൻ ബുദ്ധിപൂർവ്വം കണ്ടെത്തി. അങ്ങനെ അവൻ സമബുദ്ധി കൈവരിച്ചു, യോഗനിഷ്ഠനായി കഴിഞ്ഞു. പിന്നെ അവന് യാതൊരു സംശയങ്ങളും ഉണ്ടാകുന്നില്ല. ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കർമ്മയോഗം ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി സേവനം ചെയ്യണമെന്നൊന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അതിലുള്ള ആസക്തി വെടിഞ്ഞ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അവനവൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് താൻ സമാധാനം കണ്ടെത്തേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും ഓടിപ്പോയി കണ്ടെത്തേണ്ടതല്ല സമാധാനം. നമ്മുടെ മനസ്സിനെ നാം തന്നെ പഠിക്കുക, നമ്മെ സ്വയം പരിവർത്തനപ്പെടുത്തുക. സ്വയം പരിവർത്തനപ്പെട്ടവന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അടിമയായി, മനസ്സാണ് നമ്മെ ഭരിക്കുന്നത്. ആ മനസ്സിനെ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരാൻ കഴിയണം. നമ്മൾ മനസ്സിൻ്റെ അധിപനാകണം. ഇപ്പോൾ മനസ്സാണ് നമ്മുടെ അധിപൻ. ഈ നില മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം.
അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. കർമ്മം വളരെ ശ്രദ്ധാപൂർവം സമർത്ഥമായി ചെയ്യാൻ കഴിയണം എന്നാണ്. അങ്ങനെയുള്ളവനെ യോഗനിഷ്ഠ കൈവരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം.